യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ന്യൂജേഴ്സി ഗ്രേസ് ഫെലോഷിപ്പിൻ്റെ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ അനേക മാസങ്ങളായിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നതായ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്താണെന്നുള്ള ആ പരമ്പര വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്, കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഇത് അനേകർക്ക്, ലോകത്തിൻ്റെ നാനാഭാഗത്തായിരിക്കുന്ന അനേകർക്ക് അത് അനുഗ്രഹമായി തീർന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളോട് കൂടെ നിങ്ങൾ ചേർന്ന് ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അനേകർക്ക് ഇത് അനുഗ്രഹമാക്കി നിങ്ങളെയും തീർക്കും എന്നതിൽ യാതൊരു പക്ഷവുമില്ല. ഇന്ന് നമുക്ക് വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. നമ്മൾ ഒന്നാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഇന്ന് ലോകത്തിൻ്റെ ഒരു ചിന്താഗതിയിൽ നിന്ന് നമുക്കൊരു വ്യത്യാസം വരണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇന്നെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രമേ മനുഷ്യന് ഇൻട്രസ്റ്റ് ഉള്ളൂ. അതിന് സമയമെടുത്ത് എടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും മനുഷ്യന് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഞാൻ കാണുന്നത്. എന്നാൽ പൂർത്തീകരണ പ്രവൃത്തിയുടെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിനകത്ത് നമ്മൾ കുറച്ച് സമയം അത് ധ്യാനിക്കുകയും പരിശുദ്ധാത്മാവിന് നമുക്കകത്ത് ഒരു ക്രിയ ചെയ്യുവാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അത് വ്യത്യാസം വരികയുള്ളൂ. So greetings to you all in the precious name of our Lord Jesus Christ. I greet you on the behalf of New Jersey Grace Fellowship. We are continuing on the same subject of no longer I but Him. And I am so happy to know that some of you have texted me, some of you have sent me an email saying that that message has really blessed them and challenged them to open to their Bible so that they can see what Christ has already done in their life. So I'm just continuing the same subject. സെയിം സബ്ജക്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് രണ്ട് കൂട്ടം ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. ഒരു കൂട്ടം ആൾക്കാർക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരു കൂട്ടം ആൾക്കാർ കേൾക്കുന്നു. വേറൊരു കൂട്ടം ആൾക്കാർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഈ മെസ്സേജ് പറയുമ്പോൾ വളരെ എനിക്ക് രണ്ട് രീതിയിലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ അതിലേക്ക് മുതിരുകയാണ്. എവിടെയെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴിയായിട്ടോ കോൺടാക്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, www.njgracefellowship.org, and also we have a Facebook page where you can visit. We wanted you to go to our website and read the devotionals and articles as well as listen to the message, because one of the things what we understood is that one message is not enough. We cannot put everything together in one message. Oftentimes, like I've seen in my own life, that after I preach the message, I always wonder, did I preach the whole message? So that's why we have a Facebook account where we post all the comments that is related to the message, and as well as we have a web page where we have articles and devotionals which is related to the message what we are preaching and uploading to the YouTube. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ഞങ്ങൾ ശരണം പ്രാപിച്ച് ന്യൂജേഴ്സി ഗ്രേസ് ഫെലോഷിപ്പിൻ്റെ നാമത്തിൽ നിങ്ങളെ ഈ വചന പഠനത്തിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയായിരുന്നാലും, ലോകത്തിൻ്റെ ഏത് കോർണറിലിരുന്ന് നിങ്ങൾ കേട്ടാലും ഈ സുവിശേഷത്തിൻ്റെ ശക്തി നിങ്ങളെ മാറ്റിമറിക്കും എന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. ഇനി ഇതെന്ന് നിങ്ങൾ കേട്ടാലും, ഇന്ന് 2016 മാർച്ചിലാണ് ഞാനിത് സംസാരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ 2020 നിങ്ങൾ യൂട്യൂബിൽ ഇത് കാണാൻ പോകുന്നത്, ഒരു പക്ഷേ 2030 യൂട്യൂബിൽ കാണുന്നത്. ബട്ട് ദ പവർ ഓഫ് ദ ഗാസ്പൽ is still hidden there in the words, because Jesus said that you shall know the truth and the truth shall set you free. അതിനകത്ത് സത്യമുള്ളിടത്തോളം കാലം നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് സമയത്തായിരുന്നാലും അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ശക്തി വ്യാപരിച്ചുകൊണ്ട് നിങ്ങളുടെ ഏത് അവസ്ഥയും മാറ്റി മറിക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ ക്രൂശിൻ്റെ വചനം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എടുത്ത വാക്യമാണ് ഞാൻ ആദ്യം എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത്
എൻ്റെ ജീവിതത്തിൽ ആ വാക്യം ഒത്തിരി എന്നെ ചിന്തിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം ഇന്ന് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് 1 കൊരിന്ത്യർ 2:2. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. It's a free will choice. It's a determination. For I determined not to know anything among you save Jesus Christ and him crucified. I determined not to know anything among you. എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയുവാൻ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ. ഞാനൊന്നും പറയുവാനും ആഗ്രഹിക്കുന്നില്ല, നിങ്ങളിൽ നിന്ന് അറിയുവാനും ആഗ്രഹിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ആ ഒരു ആത്മീക അളവിലേക്ക് വരുവാൻ കാരണം നമ്മൾക്ക് തൻ്റെതായ ലേഖനങ്ങൾ, റോമാലേഖനം, എഫെഷ്യൻസ്, കൊലോഷ്യൻസ്, ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അപ്പോസ്തലനായ പൗലോസിന് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് മരണത്തിൽ അല്ലെ പൂർത്തീകരണ പ്രവൃത്തിയിൽ തനിക്ക് ലഭിച്ചിരിക്കുന്നതായ ആഴത്തിലുള്ള ആ വെളിപ്പാട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ വ്യക്തമായിട്ട് വെളിപ്പാട് ലഭിച്ച ഒരു വ്യക്തിയുടെ ഒരു തീരുമാനമാണ് ഐ ഡിറ്റർമിൻഡ് not to know anything among you save Jesus Christ and him crucified. അപ്പോസ്തലനായ പൗലോസിൻ്റെ പുനർകാല ജീവിതത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ ഗമാലിയേലിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് തൻ ന്യായപ്രമാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവവചനത്തെക്കുറിച്ച് പഠിച്ചവനാണ്. തനിക്ക് വളരെ ജ്ഞാനമുള്ളവനാണ്. തനിക്ക് ലഭിച്ചതായ അറിവനുസരിച്ച് വളരെ ശൗര്യത്തോടുകൂടെ തനിക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിനനുസരിച്ച് പോരാടിയ വ്യക്തിയാണ്. ആ വ്യക്തിയാണ് തൻ്റെ ജീവിതത്തിൽ ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശു ക്രിസ്തുവുമായിട്ട് ഒരു അഭിമുഖീകരണം ഉണ്ടായിട്ട് തൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, വലിയൊരു രൂപാന്തരം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ആ വ്യക്തിയാണ് എഴുതുന്നത്, ഈ ലോകത്തിൻ്റെ ജ്ഞാനം തനിക്ക് ലഭിച്ച എല്ലാ ജ്ഞാനങ്ങൾക്കും ഉപരിയായി, തനിക്ക് ലഭിച്ചിരുന്നതായ അറിവുകൾക്കെല്ലാം ഉപരിയായിട്ട് താൻ ഇന്ന് തൻ്റെ മുമ്പിൽ, തൻ്റെ ജീവിതത്തിൽ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്, പറയുവാൻ ആഗ്രഹിക്കുന്നതും ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സാരം. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അപ്പോൾ there is a secret behind the finished work of Jesus on the cross. Apostle Paul, who has been a student of the Gamaliel, who is a scholar, and he has come to a conclusion. He was very much a person who is after the faith, what he it's a Jewish faith, right? And you can see that he had a confrontation at Damascus, on his way to Damascus, like with Jesus. And after that confrontation or encounter with Jesus, that has changed him, that has challenged him, and he has grown so much in knowing Jesus. And you can see when you read his epistles, especially Romans, Ephesians, Colossians, you can see Corinthians, you can see this man has great knowledge about the finished work of Jesus on the cross. And that person has come to a level of understanding that he come to a determination. I determine not to know anything except Jesus Christ and him crucified. I believe for some years now, God has revealed me as well as this fellowship about the finished work of Jesus on the cross. We also come to a conclusion. It's not just Apostle Paul talking, it become a part of me now. I determine not to know anything other than Jesus Christ and him crucified. It is I reckon it is not just Apostle Paul talking, it's about this fellowship, the New Jersey Grace Fellowship, as well as myself, like we are believing and we are saying that we determined not to know anything other than Jesus Christ and him crucified. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു അനുഭവത്തിൽ വരാൻ തൻ്റെ കാരണമായ അത് അതിന് മുമ്പേ ഉള്ള ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 1:18 താൻ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയും ആകുന്നു. വളരെ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യമാണ് ഇത്. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് യേശുവിൻ്റെ ക്രൂശ് മരണമല്ലാതെ മറ്റൊന്നും
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ്സ് എ ഫ്രീ വിൽ ചോയ്സ്. Determined. I determined not to know anything. There is a reason why. Because of his knowledge, he understood that. That's here in 1 Corinthians 1:18. It says that for the preaching of the cross is to them that perish foolishness, but unto us which are saved it is the power of God. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്നു നമുക്ക് ദൈവശക്തിയുമാകുന്നു. അപ്പോൾ സെയിം വചനം തന്നെ നശിച്ചു പോകുന്നവർക്കത് പോഷത്വമാണ്. അവർ നശിച്ചു പോകുന്നതിൻ്റെ റീസൺ തന്നെ ഈ ദൈവശക്തി ക്രൂശിൻ്റെ വചനത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഒരു വ്യക്തി നശിച്ചു പോകുന്നത്. ഐ വാണ്ട് യു ടു ഗെറ്റ് ദിസ് പോയിന്റ്. ക്രൂശിൻ്റെ വചനത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഒരു വ്യക്തി നശിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് അതവർക്ക് പോഷത്വമായി ഭവിക്കുന്നത്. എന്നാൽ വിശ്വസിക്കുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്രൂശിൻ്റെ വചനത്തിലാണ്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ദൈവശക്തി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സുവിശേഷത്തിലാണ്. അത് വിശ്വസിക്കുന്നവർക്ക് അത് ശക്തിയായിട്ട് പരിണമിക്കും. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, മാതാവേ, സഹോദരി, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ ആ ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുകയാണ്. അത് നിങ്ങൾക്ക് രോഗിയായിട്ട് നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ രോഗസൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, പാപ സംബന്ധമായി നിങ്ങൾ ബന്ധിക്കപ്പെട്ടവനാണെങ്കിൽ, പിശാച് സംബന്ധമായി നിങ്ങൾ ബന്ധിക്കപ്പെട്ടവനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ, ഇത് വായിക്കുമ്പോൾ തന്നെ, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ ഏത് ദിവസം ഇത് കേൾക്കാലും ഏത് സമയത്ത് ഇത് കേട്ടാലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇത് ശക്തിയായിട്ട് നിങ്ങളിൽ വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങളെ ശക്തിയായിട്ട് വ്യാപരിച്ച് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷ വില തുടങ്ങുന്നത്. ഈ രണ്ട് വാക്യങ്ങളൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം, ക്രൂശിൻ്റെ വചനം, കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നതായ വചനമെല്ലാം ക്രൂശിൻ്റെ വചനമായിരുന്നു. അപ്പോൾ ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്തുകൊണ്ടാണ് ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇന്നത്തെ ഈ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് എന്താണ് ക്രൂശിൻ്റെ വചനം? ഈ 66 പുസ്തകത്തിൽ എന്തെങ്കിലും എടുത്ത് പ്രീച്ച് ചെയ്യുന്നതാണോ ക്രൂശിൻ്റെ വചനം? അതോ it is talking about something very peculiar, something very specific? Okay, so here it's very again I wanted to say that for the preaching of the cross is to them that perish foolishness, for unto us which are saved it is the power of God. So who determines the outcome of the gospel? You. When you believe, it is the power of God that will transform you. When you believe the gospel, the preaching of the cross will transform you, will save you, will heal you, will redeem you, and you will start the manifestation and you will walk in the power of the gospel. At the same time, the same gospel, unto them who perish, it is foolishness. Same message, a group of people do not believe it, and for them it is foolishness. Oh, it is foolishness. For the same gospel, unto them that believe, it is the power of God. Okay? So what is this message of the cross? The message of the cross is actually, that is what we were discussing in the past couple of episodes or a couple of months. That is, we have been crucified with Christ. We are buried with Christ. We are dead with Christ. But you see that എനിക്ക് യേശുവിൽ നടന്ന കാര്യമാണ് ഈ ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നത്. എന്നെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് യേശുവിൽ നടന്നതായ കാര്യമാണ് ക്രൂശിൻ്റെ വചനം. എന്നെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ഇപ്പോൾ 2000 വർഷം മുമ്പേ ഞാൻ ജനിച്ചിട്ടില്ല, ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ല എങ്കിൽ തന്നെയും യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ എന്നെയും ഉൾക്കൊള്ളിച്ചു. ഞാൻ യേശുവിൽ ഉണ്ടായിരുന്നു. യേശുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു.
അതാണ് ക്രൂശിൻ്റെ വചനം. യേശുവിനോടുകൂടെ ഞാൻ മരിച്ചു, അതാണ് ക്രൂശിൻ്റെ വചനം. ഞാൻ യേശുവിനോട് കൂടെ ഞാൻ അടക്കപ്പെട്ടു, ഇതാണ് ക്രൂശിൻ്റെ വചനം. ഞാൻ യേശുവിനോട് കൂടെ ഉയർത്തപ്പെട്ടു, ഇതാണ് ക്രൂശിൻ്റെ വചനം. ഞാൻ യേശുവിനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനാണ്, ഇതാണ് ക്രൂശിൻ്റെ വചനം. ഇതാണ് ദൈവശക്തിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, so for those who know only in English, so what is the message of the cross? The message of the cross is talking about we were crucified with Christ, we were dead with Christ, we were buried with Christ, and we were resurrected with Christ, and we are seated together with Christ. I just wanted you to think on these 5 places we have been with Jesus. We were crucified with Jesus, we were dead with Jesus, we were buried with Jesus, we were resurrected with Jesus, and we were seated together with Christ in the heavenly places. So when you start believing this, the power of the gospel start releasing, and you will start the transformation in your own life. അപ്പോൾ ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നത് യേശുവിൽ എനിക്ക് നടന്നത് കാര്യമാണ്. I wanted to take this point. I want you to understand this point. നടന്ന കാര്യം ഞാൻ വിശ്വസിക്കുമ്പോഴാണ് നടത്തിയവൻ്റെ ശക്തി എന്നിൽ കൂടെ വ്യാപരിക്കുന്നത്. ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ഉള്ളത് വ്യാപരിക്കും. ഇത് ദൈവവചനത്തിൻ്റെ ഒരു തത്വമാണ്, ഒരു പ്രിൻസിപ്പിളാണ്. ഉള്ളത് വിശ്വസിക്കുമ്പോൾ, ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ഉള്ളത് വ്യാപരിക്കും. നടന്നെന്ന് വിശ്വസിക്കുമ്പോൾ നടത്തിയവൻ്റെ ശക്തി എന്നിന്മേൽ വ്യാപരിക്കാൻ തുടങ്ങും. സകലവും നിറച്ചവൻ്റെ നിറവിനാൽ നിറഞ്ഞിരിക്കുന്നവനാണ് ഞാനെന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് അവൻ്റെ ശക്തി എന്നിൽ വ്യാപരിക്കുവാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കൃപയാലെ ദൈവം യേശുവിൽ നമ്മളെ ഉൾക്കൊള്ളിച്ചു. അതാണ് കൃപയെന്ന് പറയുന്നത്. കൃപയാലെ, ഞാൻ ആഗ്രഹിക്കാതെ, ഞാൻ ദൈവത്തോട് ചോദിക്കാതെ, കൃപയാലെ പിതാവാം ദൈവം യേശുവിൽ എന്നെ ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് അവനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടെ ഞാൻ മരിച്ചു, അവനോടുകൂടെ ഞാൻ അടക്കം ചെയ്തു, അവനോടുകൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റു, അവനോടുകൂടെ ഞാൻ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടവനാണ്. ഈ 5 പോയിന്റിൽ നമ്മൾ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ഈ സുവിശേഷത്തിൻ്റെ പവർ നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യത്തുള്ളൂ. These 5 points: we were crucified with Christ, we were dead with Christ, we were buried with Christ, we are resurrected with Christ, we are seated together with Christ. There has to be an alignment. You have to know it, you have to reckon it, you have to present yourself to God, you have to walk in the Spirit. These are the 4 steps that we learned in the past episode. I just wanted to reiterate that. First of all, we have to know it. All these 5 things, 5 points that happened with Jesus. That was by grace. It happened by grace. All this happened to the whole world. So it happens, but when you reckon it, it happened to you, that power starts manifesting in your life. Are you getting what I'm saying? Are you getting what I'm saying? Okay? So ഉണ്ടെന്ന് നടന്ന കാര്യം വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ശക്തി വ്യാപരിക്കുന്നത്. നമ്മൾ വിശ്വസിച്ച് നടത്തുകയല്ല ചെയ്യുന്നത്. നടന്നത് വിശ്വസിക്കുമ്പോൾ നടത്തിയവൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ച് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു പ്രിൻസിപ്പിൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കണം. നടന്നത് വിശ്വസിക്കുമ്പോഴാണ് നടത്തിയവൻ നമ്മളിൽ കൂടെ ജീവിക്കാൻ തുടങ്ങും. 2000 വർഷം മുമ്പേ ഞാൻ അറിയാതെ എൻ്റെ ഫ്രീ വിൽ ചോയ്സ് കൂടാതെ പിതാവാം ദൈവം പുത്രനിൽ എന്നെ ആക്കിക്കൊണ്ട് നടന്ന 5 കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ യേശുവിൻ്റെ ലൈഫ് എന്നിൽ കൂടെ വ്യാപരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് അവൻ്റെ അത്യന്ത ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് ഞാൻ കടന്നു വരുന്നത്. I want you to get this point. Are you understanding this point? ഈ 5 കാര്യങ്ങളിൽ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങും തോറും, അത് കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇത് നോയിങ് ഈസ് ലൈക്ക് നോയിങ്, കീപ്പ് ഓൺ നോയിങ്, റെക്കണിങ്, കീപ്പ് ഓൺ റെക്കണിങ്, presenting or submitting ourselves to God is keep on submitting.
കീപ്പ് ഓൺ വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്. ഈ 5 പോയിന്റിലുള്ള ഗ്രോത്തിലാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഇന്ന് ആയിരിക്കുന്നത്. ഈ 5 പോയിന്റിൽ നമ്മൾ വളർന്നു കഴിയുമ്പോഴത്തേക്ക് അവനോട് കൂടെയുള്ള ഏകീഭാവം, ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ഹിം, നമ്മൾ ആ യേശു എനിക്കകത്ത്, ഇനിയും യേശു പരിപൂർണമായിട്ട് എന്നിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിൽ നടന്ന കാര്യം ഞാൻ വിശ്വസിക്കണം, ആ വിശ്വാസത്തിൽ വളരണം, വളർന്ന് അത് വെളിപ്പാടായിട്ട് പരിണമിക്കണം. അത് ഞാൻ എണ്ണാൻ തുടങ്ങും. എനിക്ക് സംഭവിച്ചതായിട്ട് ഞാൻ എണ്ണാൻ തുടങ്ങും. എനിക്ക് സംഭവിച്ചതായിട്ട് എണ്ണാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കും. എന്നെ തന്നെ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആത്മാവിൽ നടക്കാൻ തുടങ്ങുകയാണ്. ഇതാണ് പുതിയ നിയമ വിശ്വാസികളുടെ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രമേ ഉള്ളൂ. എല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇതെല്ലാം നടന്ന കാര്യമാണ്. ഞാൻ വിശ്വസിച്ച് ഒരു നാൾ ആയിത്തീരുകയല്ല. എന്നെ ക്രൂശീകരിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ക്രൂശിക്കപ്പെട്ടു. ഞാൻ ആ യേശുവിൽ മരിച്ചത് കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ എന്നെ തന്നെ എണ്ണുകയാണ് ഞാൻ മരിച്ചെന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് വാക്യങ്ങളെടുത്ത് പെട്ടെന്ന് ഞാൻ കടന്നു പോവുകയാണ്. ഈ അടുത്തൊരു വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. ന്യായപ്രമാണത്തിന് കഴിയാത്ത കാര്യങ്ങളാണ് ഈ 5 പോയിന്റിൽ കൂടെ നമ്മളുമായിട്ട് യേശുവും നമ്മളുമായിട്ടുള്ള ഏകീഭാവം. ഇത് ന്യായപ്രമാണത്തിന് കഴിയാത്ത കാര്യമാണ്. നമ്മൾ റോമർ 8:3 ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. For what the law could not do, in that it was weak through the flesh, God sending his own Son in the likeness of sinful flesh, and for sin condemned sin in the flesh, that the righteousness of the law might be fulfilled in us who walk not after the flesh but after the Spirit. I said the fourth step is walking in the Spirit, walking after the Spirit. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ. അപ്പം ന്യായപ്രമാണത്തിൻ്റെ നീതി ഇന്ന് നിവർത്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്നത്, നമ്മൾ ആത്മാവിൽ ഞാൻ ആരാണ്, ആത്മാവിൽ ഞാൻ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനാണെന്ന് ഞാൻ ആ ബോധത്തിൽ ഭൂമിയിൽ നടക്കുമ്പോഴത്തേക്കാണ് ഭൂമിയിലുള്ള എൻ്റെ അവയവങ്ങൾ മരിക്കപ്പെടുന്നതും ഞാൻ ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ ലോകം എന്നെ കാണാൻ തുടങ്ങുന്നതും ഞാൻ ഈ ഏരിയയിൽ ഞാൻ യേശുവുമായിട്ട് ഏകീഭാവം നടക്കുമ്പോഴത്തേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ആ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ മൊത്തം, നമ്മുടെ ഈ തുടർന്നുള്ള ജീവിതം മൊത്തം അതിനായിട്ട് നമ്മൾ സമർപ്പിക്കപ്പെട്ടു എന്നെങ്കിൽ മാത്രമേ ഈ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. ഇത് ഒരു വ്യക്തിയുടെ പരിശ്രമം കൊണ്ട് ലഭിക്കുന്ന കാര്യമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഒരു വ്യക്തി തൻ്റെ സ്വന്തം ഹ്യൂമൻ എഫേർട്ടിൽ ചെയ്യുന്ന കാര്യമല്ല. ഇത് നടന്നതുകൊണ്ടാണ് ഇന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്. അത് നടന്നു. അന്ന് യേശുവിൽ 2000 വർഷം മുമ്പേ ഈ കാര്യങ്ങൾ നടന്നു. ആ നടന്നെന്ന് വിശ്വസിക്കുമ്പോൾ അത് ശക്തിയായിട്ട് വ്യാപരിക്കും. നടന്നില്ല എങ്കിൽ അതൊരു വെറും പോഷത്വമായിട്ട് അവന് തോന്നും. ഇതൊക്കെ ആത്മമണ്ഡലത്തിൽ നടന്ന കാര്യമായതുകൊണ്ട് ഭൗതികനായ ഒരു മനുഷ്യന് ഇത് വെറും പോഷത്വമാണ്, അവനെ ഇത് ഉൾക്കൊള്ളുവാൻ പോലും സാധ്യമാകില്ല. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ മാൻ കൻ അണ്ടർസ്റ്റാൻഡ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ഓൺ ദ ക്രോസ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ നമ്മൾ പരിശുദ്ധാത്മാവാണ്. യേശു 2000 വർഷം മുമ്പേ ഇത് നിവർത്തിച്ചു എങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവാണ് അത് നമ്മൾ ജീവിതത്തിൽ അത് വെളിപ്പാടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വെറും ഒരു ജ്ഞാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരത്തില്ല. ആ ജ്ഞാനം പരിജ്ഞാനമായിട്ട് വെളിപ്പെടണം. അപ്പോൾ ഈ ജ്ഞാനത്തെ പരിജ്ഞാനമാക്കുന്നത് പോലും പരിശുദ്ധാത്മാവാണ് അന്ന് നടന്നതിനെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത്. പറഞ്ഞാൽ what was done 2000 years ago, it will become experiential to me now only by the work of the Holy Spirit. He who has begun a good work in me, he will fulfill it.
അവൻ എന്നിലൊരു നല്ല പ്രവൃത്തി തുടങ്ങി. ആ പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിൽ 2000 വർഷം മുമ്പേ നടന്ന കാര്യം എന്നിൽ വ്യാപരിക്കുമ്പോഴത്തേക്കാണ് അവൻ്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടുന്നത്. ഓക്കെ, ഇതൊരു വ്യക്തിയുടെ സ്വന്തം പരിശ്രമം കൊണ്ട് വരുന്നതല്ല. യേശു പരിശ്രമിച്ചു, യേശു ചെയ്തു, യേശു നിവർത്തിച്ചത് ഞാൻ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്താൽ ആ ശക്തി വ്യാപരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ആ ഒരു അറിവിലേക്ക് നമ്മൾ വരിക, ആ അറിവിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അറിവിലേക്ക് വരുമ്പോൾ നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കാൻ തുടങ്ങും. നമ്മളെ തന്നെ അങ്ങ് മാറ്റി ഒരുക്കിയിട്ട് നമ്മൾക്ക് വേണ്ടി ജീവിക്കുവാൻ നിൽക്കുന്നതായ യേശുവിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സമർപ്പിച്ചാൽ, യു ലീവ് ഇറ്റ് ത്രൂ മീ, നോ ലോങ്ങർ ഐ. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാനിത് അറിയണം, ഈ അറിവിൽ വളരണം, ഞാൻ എണ്ണിക്കൊണ്ടേയിരിക്കണം, ഞാൻ എന്നെ ശരീരം സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം, ഞാൻ ആത്മാവിൽ നടക്കണം. ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കാണ് അവൻ എന്നിൽ കൂടെ വളരുവാൻ തുടങ്ങുന്നത്, അവൻ എന്നിൽ കൂടെ ജീവിക്കുവാൻ തുടങ്ങുന്നത്. യേശു ജീവിക്കുവാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്ലാനും പർപ്പസും ദൈവം നമ്മുടെ ജീവിതത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഓൺലി വെൻ ജീസസ് സ്റ്റാർട്ട് ലിവിങ് ത്രൂ അസ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ലോകത്തിൽ ഞാൻ കണ്ടൊരു കാര്യം ഇങ്ങനെയാണ്. മനസ്സുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒരു സ്ഥലത്തെത്തുന്നത്. മനസ്സുകൊണ്ട് എത്തിയ സ്ഥലത്ത് മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് എത്തുകയുള്ളൂ. ഓക്കെ, ഐ വാണ്ട് ടു എംഫസൈസ് ദാറ്റ്. ഇത് ഒരു പ്രിൻസിപ്പിളാണ്, മനസ്സിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് ദ മൈൻഡ്. യു റീച്ച് എ ഡെസ്റ്റിനേഷൻ ബൈ യുവർ മൈൻഡ് and then you eventually reach there. For example, this is just a statement, just to give you to understand it, but don't go too much deeper into it. നമ്മൾ നോക്കുകയാണെങ്കിൽ 20ാമത്തെ വയസ്സിൽ വൈറ്റ് ഹൗസിൽ, അമേരിക്കയുടെ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസിൽ 20ാമത്തെ വയസ്സിൽ എത്തിയവന് മാത്രം ഒരു 60ാമത്തെ വയസ്സിൽ അവൻ്റെ ജീവിതം കൊണ്ട് അവിടെ എത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മനസ്സുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. I wanted to get that point. So, unless a person reaches to the White House by the age of 20, he will not reach there at the age of 50 or 60. So, in his mind, he already reached the destination. Now, everything what he does is based on the destination that his mind is reached. Everything what he does is going to he reached there by his mind, and then everything what he does is to reach there. അതുപോലെ തന്നെ, I don't want to get that mental principle into it, but you can see something very careful, like you can see it. യേശു ഇരുത്തിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അവിടെ നമ്മൾ എത്തിച്ചേരുന്നത് ആദ്യം മനസ്സുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അറിയണം, എണ്ണണം. Because we first reach there that I have been crucified with Christ. With our mind we reach there, I have been buried, I've been dead with Christ. യേശുവിനോട് കൂടെ ഞാൻ മരിച്ചു. ഞാൻ എൻ്റെ മൈൻഡ് കൊണ്ട് അവിടെ ചെല്ലുകയാണ്. യേശുവിനോട് കൂടെ ഞാൻ അടക്കം ചെയ്യപ്പെട്ടു. ഞാൻ യേശുവിനോട് കൂടെ ഉയർത്തപ്പെട്ടു. യേശുവിനോട് കൂടെ ഞാൻ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു. ഈ 5 പോയിന്റിൽ നമുക്ക് ഓരോ പോയിന്റിലും നമ്മുടെ മനസ്സിനെ പരിശുദ്ധാത്മാവ് അവിടെ കൊണ്ടിരുത്തും. യേശുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു. മനസ്സിനെ നമ്മളെ പരിശുദ്ധാത്മാവ് അവിടെ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് നമുക്കത് വെളിപ്പാടായിട്ട് പരിണമിക്കും. അതേപോലെ യേശുവിനോട് കൂടെ ഞാൻ മരിച്ചു. നമ്മുടെ മനസ്സിനെ അവിടെ കൊണ്ടുപോകും. പരിശുദ്ധാത്മാവ് അവിടെ നിർത്തി നമ്മളെ വെളിപ്പാട് തരും. അന്നേരമാണ് വേര് പിടിക്കുന്നത്. ഞാൻ യേശുവിനോട് കൂടെ ഞാൻ അടക്കം ചെയ്തു. എൻ്റെ പഴയ ജീവിതത്തെ, ആദാമ്യ പാപത്തിൽ നിന്ന് ഉരുവായ ജീവിതത്തിന് ഒരു മരണം എന്നെങ്കിൽ മാത്രമേ പാപജീവിതത്തിൽ നിന്ന് പരിപൂർണമായ വിജയം, പരിപൂർണമായ വിടുതൽ ഒരു വ്യക്തിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവന് ആദാമ്യ പാപത്തിൽ ഉരുവായ ജീവിതത്തിൽ നിന്ന് തന്നെ ഒരു മരണം ആവശ്യമാണ്. ആ മരണം യേശുക്രിസ്തുവിൽ നടന്നു കഴിഞ്ഞു. യേശുക്രിസ്തുവിൽ നടന്നു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴത്തേക്കാണ് അത് എന്നിൽ വ്യാപരിക്കുന്നത്. ഞാൻ ഇന്ന് മരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, ഞാൻ ക്രൂശീകരിക്കപ്പെടാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. മരിച്ചെന്ന്, ക്രൂശിക്കപ്പെട്ടെന്ന്, അടക്കപ്പെട്ടെന്ന്, ഉയർത്തെഴുന്നേറ്റെന്ന്, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടെന്ന് ഞാൻ വിശ്വസിച്ചാൽ മാത്രം മതി. ഇതൊരു പ്രവൃത്തിയല്ല, വലിയൊരു പ്രവൃത്തി. യേശു ചെയ്തതായ ആ മഹൽ കർമ്മത്തെ
ഞാൻ വിശ്വസിക്കുക മാത്രം ചെയ്യുമ്പോഴത്തേക്കാണ് അവൻ്റെ കർമ്മം എന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ തുടങ്ങുന്നത്. ഐ വാണ്ട് ടു ഗെറ്റ് ദിസ് പോയിന്റ്. പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വലിയൊരു പ്രവൃത്തി യേശുവിൽ പിതാവാം ദൈവം ചെയ്തു കഴിഞ്ഞു. വലിയൊരു പ്രവൃത്തി സകല മാനവജാതിയെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിതാവാം ദൈവം ഒരു മഹത്തായ കർമ്മം യേശുവിൽ നടന്നു കഴിഞ്ഞു. ഇനിയും പിതാവാം ദൈവം ആഗ്രഹിക്കുന്നത് ആ കർമ്മത്തിൽ വിശ്വസിക്കുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഉടയവനായ യേശു എന്നിൽ കൂടെ ജീവിക്കുവാൻ തുടങ്ങും. ആ യേശു ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ സകല സൽക്കർമ്മത്തിൻ്റെയും ഉടയവനായ യേശു ജീവിക്കുമ്പോൾ you will be a living example of the life of God in the earth. Oh, are you getting this point? He completed the work. Jesus did a perfect work on the cross. All that we can do is just believe it. He completed the work. There is no room for us to do anything anymore. The only room that is given to us is to believe Him and Him living through us. Are you getting my point? ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി. Okay? I hope you understand the point what I'm trying to emphasize here. എന്ന് പറഞ്ഞാൽ ഇത് നടന്ന കാര്യം വിശ്വസിക്കുക. 2000 വർഷം മുമ്പേ നടന്ന കാര്യം ഞാൻ അറിഞ്ഞ് ആ അറിവ് വെളിപ്പാടായിട്ട് പരിശുദ്ധാത്മാവിൽ സംഭവിച്ചു കഴിയുമ്പോൾ ഞാൻ എന്നെ തന്നെ ആ പുതിയ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കുക, ആത്മാവിൽ നടക്കുക. ന്യായപ്രമാണത്തിന് സാധിപ്പാൻ കഴിയാഞ്ഞതിനെ തൻ്റെ പുത്രൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ജീവിതത്തിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകുകയാണ്. ഞാനും നീയും ഇന്ന് ന്യായപ്രമാണത്തിന് കീഴിലല്ല. എന്നാൽ ന്യായപ്രമാണത്തിന് കീഴിലല്ല, ഇന്ന് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ്. ന്യായപ്രമാണത്തിന് കീഴിലുള്ള അല്ല എന്ന് മാറ്റി വെച്ചിട്ട് ആത്മാവിനെ അനുസരിച്ച് നടന്നില്ല എങ്കിൽ നീ വീണ്ടും ജഡത്തിലാണ് ജീവിക്കുന്നത്. അനേകർക്ക് വന്ന കുഴപ്പം ഇതാണ്. ഞാനിന്ന് ന്യായപ്രമാണത്തിന് കീഴിലല്ല, പക്ഷെ ന്യായപ്രമാണത്തിന് കീഴിലല്ല എങ്കിൽ നീ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനായിരിക്കണം. ന്യായപ്രമാണത്തിന് കീഴിലല്ല എന്ന് പറഞ്ഞ് ആ ഫ്രീഡം മാത്രം എൻജോയ് ചെയ്യുവാനല്ല, നിന്നെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനായി തീർന്നുവെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി എന്നിൽ കൂടെ വെളിപ്പെടാൻ തുടങ്ങും. എന്നിൽ കൂടെ ന്യായപ്രമാണത്തിൻ്റെ നീതി യേശു ജീവിച്ച് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ ലോകത്തിലുള്ളവരത് വാച്ച് ചെയ്യാൻ തുടങ്ങും. I believe this is you are getting blessed by knowing this. എന്നെ കേൾക്കുന്ന എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ചില വ്യക്തികൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ക്രൂശിൻ്റെ വചനം നിൻ്റെ നശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഏരിയയിലും ഇതങ്ങോട്ട് ആഴത്തിലോട്ട് ഇറങ്ങട്ടെ. നിങ്ങളിതിനെക്കുറിച്ച് ഇങ്ങോട്ട് ധ്യാനിക്കണം. പരിശുദ്ധാത്മാവേ, എനിക്കിതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ തക്കോണം എന്നെ ഇത് വെളിപ്പെടുത്തണമേ എന്ന് നിങ്ങളൊന്ന് ഹൃദയം നുറങ്ങിയെന്ന് പ്രാർത്ഥിച്ച് എന്നെ കർത്താവ് ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറക്കണേ. ഇതിൻ്റെ ഈ 5 പോയിന്റുകൾ അത് എഫേഷ്യൻസിനകത്ത് പറഞ്ഞു, വാക്ക് വർത്തി ഓഫ് ഹിം. ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവന് യോഗ്യമാവണ്ണം നടക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ യോഗ്യന്മാരായി ദൈവത്തിന് യോഗ്യമാവണ്ണം ഈ ലോകത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ 5 പോയിന്റുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആവശ്യമാണ്. ഇതാണ് പൂർത്തീകരണ പ്രവൃത്തിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ബിക്കോസ് പൗലോസിന് മനസ്സിലായി അത് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയെ രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ളത്. വേറെ ഒന്നും, ഒരു തിയോളജിക്കും വേറെ ഒന്നിനും ഒരു വ്യക്തിയെ രൂപാന്തരം വരുത്തുവാൻ കഴിയുകയില്ല. കാരണം ഒന്നും ചോദിച്ചാൽ അതൊന്നും തന്നെ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തതല്ല. എന്നെയും നിന്നെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തതായ ഒരു പ്രവൃത്തിയാണ് ക്രൂശിൻ്റെ വചനം. I wanted to get this point. I want you to get this point. എന്നെയും നിന്നെയും ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുമ്പോൾ, അനേക വർഷങ്ങൾക്ക് ശേഷം വിശ്വസിക്കുമ്പോൾ അത് ശക്തിയായിട്ട് പരിണമിക്കുന്നത്. അത് നടന്നതുകൊണ്ടാണ്. ക്രൂശിൻ്റെ വചനമോ നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും വിശ്വസിക്കുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഇന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, പ്രിയ ആര് തന്നെ ആയിരുന്നാലും, നിങ്ങൾ ഏത് ജാതിയിൽ ജനിച്ചവൻ, ഏത് കുലത്തിൽ ജനിച്ചവനാണ്, ഏത് കളറിൽ ജനിച്ചവനാണെങ്കിലും, എവിടെ ജനിച്ചവനാണെങ്കിലും ഇത് നിങ്ങൾക്ക് സംഭവിച്ചു
കഴിഞ്ഞ കാര്യമാണ്. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻ ടു യു, ബട്ട് ഇറ്റ്സ് ഓൺലി അപ് ടു യു ടു ബിലീവ് ഇറ്റ്. ഇന്ന് നിങ്ങൾ ഇത് മാത്രം പ്രീച്ച് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ലോകത്തിലെമ്പാടും ഇന്ന് സുവിശേഷം പറയേണ്ട ഒരു കാര്യം. യേശുവിൽ നടന്നു കഴിഞ്ഞു സഹോദര. യേശുവിനോട് കൂടി നീ ക്രൂശിക്കപ്പെട്ടു, യേശുവിനോട് കൂടി നീ മരിച്ചു, യേശുവിനോട് കൂടി നീ അടക്കം ചെയ്തു. ഇത് മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി. അതാണ്, ബിക്കോസ് അവർക്ക് നടന്നു കഴിഞ്ഞ കാര്യമാണ് ഇന്ന് വിശ്വസിക്കുമ്പോൾ ശക്തി വ്യാപരിക്കുന്നത്. അപ്പോൾ I hope you got you understand why Apostle Paul come to a conclusion that ക്രൂശിൻ്റെ വചനമോ നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നു നമുക്കോ ദൈവശക്തിയുമാകുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തന്നെ 1 കൊരിന്ത്യർ 2 ഇപ്രകാരം പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. എന്തുകൊണ്ടാണ് പ്രിയ പൗലോസേ? You don't want to know anything else? Paul will tell you, nothing else is going to transform me. Nothing else. I can know a lot of things from the 66 books, but only the word of the cross, only the message of the cross will change me, transform me, and will get you in a stage where he will leave and no longer I, but him. I believe this has blessed you. In the past messages, like you heard about it, what the blood has done in our life. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് എന്നേക്കുമായിട്ടുള്ള പാപമോചനമാണ് ലഭിച്ചിരിക്കുന്നത്. എന്നേക്കുമായിട്ടുള്ള പാപമോചനം ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപമോചനം ലഭിച്ചിരിക്കുകയാണ്. എൻ്റെ ഇന്നത്തെയും ഇന്നലത്തെയും നാളത്തെയും പാപത്തിന് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ചു കഴിഞ്ഞു. ഇത് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇത് മനസ്സിലായ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിക്ക്, പുതിയ സൃഷ്ടിയായ ഒരു വ്യക്തിക്ക്, ഇത് അവനെ യേശുവിങ്കിലേക്ക് അല്ലെങ്കിൽ കൃപാസനത്തിലേക്ക് ഓടി അടുക്കുവാനുള്ള ഒരു മാർഗമാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിക്ക്, അവൻ വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, പഴയ സൃഷ്ടിയുടെ അനുഭവത്തിലാണ് ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ, ആ ഒരു ഗുഡ് ന്യൂസ് ഒരുപക്ഷെ അവനെ പാപത്തിലേക്ക് നയിച്ചെന്നിരിക്കും. പക്ഷെ രക്ഷിക്കപ്പെട്ട നമുക്കോ ദൈവശക്തിയാകുന്നു. അതുകൊണ്ട് ഈ എന്നേക്കുമായിട്ടുള്ള വിടുതൽ, ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് ഫൊർഗേവ് യുവർ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ സിൻസ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ യേശുവിൻ്റെ രക്തം 3 പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുണകരമായിട്ട്. പിശാചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുണകരമായിട്ട്. എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ ആരോപണങ്ങൾക്കുമുള്ള മറുപടി യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞു. എന്നാൽ ഈ യേശുവിൻ്റെ രക്തത്താൽ വിടുതൽ കിട്ടിയ ഒരു വ്യക്തിക്ക്, മനസ്സിലാക്കിയൊരു വ്യക്തിക്ക് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്യാൻ തുടങ്ങുന്നത് നിൻ്റെ പാപപ്രവൃത്തിയിൽ നിന്നുള്ള പാപമോചനത്തിൽ മാത്രമല്ല, നിൻ്റെ പാപ സ്വഭാവത്തിൽ നിന്നുള്ള വിടുതൽ. അത് യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ ഞാനും മരിച്ചു, അവനോടുകൂടെ ഞാൻ മരിച്ചു, അവനോടുകൂടെ ഞാൻ അടക്കം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ പാപ സ്വഭാവത്തിന് ഉന്മൂലനാശം സംഭവിക്കുന്നത്. കംപ്ലീറ്റ് ഡെലിവറൻസ് ഫ്രം ദ സിൻ നേച്ചർ. The sin nature must be totally crucified. It is already done deal. It is already done. That is why we could believe it. If it has never done it, we could not believe it. That faith has no foundation. I want you to get this point. ഇന്ന് ഇത് കേൾക്കുമ്പോൾ, ഇനി അടുത്തുള്ള ദിവസങ്ങളിൽ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ പുതിയതായിട്ടൊന്നും എടുക്കാഞ്ഞത്, ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ടെങ്കിൽ മാത്രമേ അടുത്ത ദിവസങ്ങളിലുള്ള പഠനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ 2 പോയിന്റ്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ മനുഷ്യന് ലഭിച്ചത്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം ലഭിച്ചു, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ പാപ സ്വഭാവത്തിൽ നിന്ന് പരിപൂർണമായൊരു മരണം നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ആദാമ്യ പാപത്തിൽ നിന്ന് ഉരുവായ ജീവിതത്തിൽ നിന്നൊരു മരണം യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ സംഭവിച്ചു എന്ന് വിശ്വസിച്ചാൽ മതി. ആ പാപ സ്വഭാവത്തിൽ നമുക്ക് പരിപൂർണമായ വിടുതൽ നമുക്ക് ലഭിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ അവിടെ കൊണ്ട് നിൽക്കുവാനല്ല, നാം അറിയണം, എണ്ണണം. അടുത്തത് സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം, ആത്മാവിൽ വളർന്നുകൊണ്ടേയിരിക്കണം. ക്രൂശിൻ്റെ പിന്നെ ജീവിതത്തിൽ വരേണ്ടത് ഡിറ്റർമിനേഷൻ. എനിക്കിനി വേറെ ഒന്നിനും ടൈം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. I don't want to. I am determined not to know anything other than Jesus Christ and Him crucified.
because that is the power of God unto my transformation. I don't have to waste my time for something else, even though it is from the Bible, but I will be focusing my attention. I determined. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദന, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടത്, not just Paul, like you have coming to a conclusion, that you have come to a conclusion that I determined not to know anything other than Christ and Him crucified, because it is the power of God to whom that believeth, but it is foolishness to those who do not believe. ആ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് ഈ വചനം നിങ്ങളെ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവർ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ശരീരത്തിൽ അത് വ്യാപരിച്ച് അത് സൗഖ്യമായി വ്യാപരിക്കും. പാപബന്ധനത്താൽ അനേക നാളുകളായിട്ട് രക്തത്തിൽ കലർന്ന പാപങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പറിച്ചു മാറ്റുവാൻ കഴിയാത്ത പാപങ്ങൾ, ഇത് കേൾക്കുമ്പോൾ തന്നെ ആ സുവിശേഷത്തിൻ്റെ ശക്തി, ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ച് അവിടെയെല്ലാം വേര് പറിച്ച് മാറ്റുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്. വീണ്ടും ഞാൻ നിങ്ങളെ ന്യൂജേഴ്സി ഗ്രേസ് ഫെലോഷിപ്പിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വീണ്ടും കേൾക്കുന്നിടം വരെയും വീണ്ടും നമുക്ക് കാണുന്നിടം വരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. See you again. Stay blessed.